കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ. MCS ഹോസ്പിറ്റൽ. വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്. കേരള കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ പാർട്ടി സ്ഥാപകൻ KM ജോർജിന്റെ 49ാം ചരമവാർഷികം ആചരിച്ചു. പാർട്ടി ചെയർമാൻ PJ ജോസഫ് MLA ഹോളിമാഗി പള്ളി സെമിത്തേരിയിലെ KM ജോർജിന്റെ ശവകുടീരത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. കേരള കോൺഗ്രസ് സ്ഥാപകനും മുൻ മന്ത്രിയുമായ KM ജോർജിന്റെ 49ാം ചരമവാർഷിക ദിനത്തിൽ കേരള കോൺഗ്രസ് പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പാർട്ടി ചെയർമാൻ PJ ജോസഫ് MLA ഹോളിമാഗി പള്ളി സെമിത്തേരിയിലെ KM ജോർജിന്റെ ശവകുടീരത്തിലെത്തി പുഷ്പചക്രം സമർപ്പിച്ചു. തുടർന്ന് PO ജംഗ്ഷനിലുള്ള നാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനം പാർട്ടി വർക്കിംഗ് ചെയർമാൻ PC തോമസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് ഒരിക്കലും മറക്കാൻ പറ്റില്ലാത്ത, ഭാരതത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ചെയ്തികൾ കൊണ്ടുണ്ടായിട്ടുള്ള പല ഗുണഗണങ്ങൾ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ ഒഴിവാക്കാൻ പറ്റാത്ത, മറക്കാൻ പറ്റാത്ത ഒരു വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയായിരുന്നു ജോസ്. അദ്ദേഹം 58 വയസ്സ് വരെ ജീവിച്ചിരുന്നു. അത്രയും പെട്ടെന്ന് ഓർക്കാറില്ല, പഴയ ആള് കുറെ കൂടെ ഉണ്ടായിരിക്കും എന്ന് ചിന്തിച്ചെങ്കിലും നമ്മുടെ ബേഗനായ ഫ്രാൻസിസ് ജോർജിന് വെറും 23 വയസ്സുള്ളപ്പോൾ ഒരു ബാങ്കിൽ ജോലി പ്രവേശിച്ചു എന്നെനിക്ക് തോന്നുന്നു. അന്നേരം ഏതാണ്ട് ആ സമയത്താണ് അദ്ദേഹത്തിന്റെ നമ്മുടെ ഈ മേഖലയിൽ നിന്ന് ഈ ലോകത്തിൽ നിന്ന് അദ്ദേഹം വിട്ടുപോയത്. പക്ഷെ തനിക്ക് കിട്ടിയ ഈ കുറഞ്ഞ കാലഘട്ടം എത്രമാത്രം ജനകീയമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അങ്ങേയറ്റം സ്മരിക്കാവുന്നത്. അദ്ദേഹത്തിന് MLA എന്നുള്ള നിലയ്ക്കും, മന്ത്രി എന്നുള്ള നിലയ്ക്കും, പ്രതിപക്ഷത്തെ ശക്തനായ നേതാവ് എന്നുള്ള നിലയ്ക്കും എല്ലാം അദ്ദേഹം പ്രവർത്തിച്ചതോടൊപ്പം തന്നെ എല്ലാ ജനങ്ങളുമായിട്ടും നല്ല ബന്ധം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. മൂവാറ്റുപുഴ നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷൈസൺ മാങ്ങഴ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഫ്രാൻസിസ് ജോർജ് MP, ജോയി എബ്രഹാം, ഷിബു തെക്കുംപുറം, ജോസ് വള്ളമറ്റം, ജോണി അരീക്കാട്ടിൽ, AT പൗലോസ്, റോയിസ് കറിയ, കല്ലൂർക്കാട് കാർഷിക വികസന ബാങ്ക് പ്രസിഡന്റ് ജോളി നെടുങ്കല്ലേൽ, ബേബി ഉള്ളിനാൽ, റോയി മൂഞ്ഞനാട്ട്, ജോമി തെക്കേക്കര, ടോമി പാലമല, ടോം കുര്യാച്ചൻ, ജോൺസ് കുന്നപ്പിള്ളി, ജേക്കബ് തോമസ് ഇരമംഗലത്ത്, KM ജോർജ്, വിനോദ് തെക്കേക്കര, മാത്യു പുല്യാട്ടേൽ, റാണിക്കുട്ടി ജോർജ്, ജോയി ചെറുകാട്ട്, ജോമി ആയവന, സജി കല്ലൂർക്കാട്, കുര്യാച്ചൻ കളമ്പാട്ട് പറമ്പിൽ, ബെന്നി മാറാടി, കുഞ്ഞ വള്ളമറ്റം, ഫ്രാൻസിസ് പാലക്കുഴ, സോജൻ പിട്ടാപ്പിള്ളി, ജോർജ് മേക്കുഴിക്കാട്ടിൽ, ഫ്രാൻസിസ് ജോർജ് ഇലഞ്ഞേടത്ത്, ജോസ് കുര്യാക്കോസ്, ജെറിൻ ജോർജ്, സെബി പൂവൻ, റെജി കപ്പ്യാരട്ടയിൽ, ഇമ്മാനുവൽ മാതേക്കൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.